അമ്മ, ഹായ്. ഇതെന്താ സംഭവം? ഉമ്മറപ്പടിയിൽ നിന്നെയും കാത്ത് അച്ഛൻ പുറത്തു പോയിട്ട് വന്നിട്ടില്ലല്ലോ, അതായിരിക്കും അല്ലേ? പോടാ, അതൊന്നുമല്ല. ആ അയ്യോ, നീ ഇതിന് ഞാൻ എന്റെ ആൾക്കാരോട് ഒന്നും പറഞ്ഞില്ല, ഹായ് പറഞ്ഞു, ഉമ്മയൊന്നും കൊടുത്തില്ല. ഹായ് അതിപ്പോഴാവല്ലോ. ഉമ്മ, ഇവൻ അതിന് നടുക്ക് കയറി വന്നു. സോറി കേട്ടോ, ക്ഷമിക്കണേ. ഒരു വീഡിയോയുടെ എല്ലാ ഒറിജിനാലിറ്റി ചക്ക നശിപ്പിച്ചു. ആ, എപ്പോഴെങ്ങനെ വരില്ലോ? ഹായ് പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുക്കാറില്ലേ? എന്നെ എത്രത്തോളം ഇഷ്ടമാണ് അവർക്ക്. എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ ഒരു ഉമ്മ കിട്ടുമ്പോഴേക്ക് വലിയ എനർജിയാണ്. അത് എന്ത് സ്നേഹം കൊണ്ടാണ് പറയുന്നത്. എന്തുമാത്രം സ്നേഹം, ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ സ്നേഹമുള്ള ആൾക്കാരാണ് സത്യം. എനിക്ക് അവരുടെ കുറച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സും നിറയും. കാരണം എന്താ പറയുക, അത്രയും സ്നേഹത്തോടെയാണ് അവരുടെ ഓരോരോ മെസ്സേജ് കാണുന്നത്. നീ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ചിലതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്ത് എന്താ പറയുക, അവരുടെ ഹൃദയത്തിൽ നിന്നുള്ളിൽ നിന്നാണ് അവരെന്നെ സ്നേഹിക്കുന്നത്. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നമ്മ. അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മോനെ വീഡിയോ പിടിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, നിസ്സാര ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എനിക്ക് അതിന് ഒരുപാട് ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാം മാത്രം വലിയ ചോദ്യമൊക്കെ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ. ഇപ്പം അമ്മ പറഞ്ഞതാണ് എനിക്ക് ചോദ്യം ഓർമ്മ വരാൻ കാരണം കേട്ടോ. ഹൃദയം ഒരു ദേവാലയം, വീട് ഒരു സ്നേഹാലയം എന്ന് പറയും. ഒരു എക്സാമ്പിൾ കൂടി തരാം. നമ്മളൊക്കെ മാർക്കറ്റിൽ പോകുമ്പോൾ ബുദ്ധിയും കൊണ്ട് പോകണമെന്ന് പറയും. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഹൃദയം കൊണ്ട് വരണം എന്ന് പറയും. ഹൃദയം കൊണ്ട് നമ്മൾ തിരിച്ചു വരേണ്ട ഒരേ ഒരു സ്ഥലം നമ്മുടെ വീടാണെന്ന് പറയും. കാരണം സമാധാനമായിട്ട് ഉറങ്ങാൻ, സ്നേഹമുള്ള ആൾക്കാരുടെ ഒപ്പം ചുറ്റും കൂടിയിരിക്കാൻ. അപ്പോൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഹൃദയം ഒരു ദേവാലയം, വീട് ഒരു സ്നേഹാലയം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹൃദയം ഒരു ദേവാലയം, അത് കറക്റ്റാണ്. പക്ഷെ അത് ഹൃദയം ഒരു ദേവാലയം ആവണമെങ്കിൽ എങ്ങനെ വേണമെന്നറിയോ? നമ്മുടെ കളങ്കമില്ലാത്ത സ്നേഹം നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ച് ഉണ്ടാവണം. നമ്മളെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ടാവും, അവരെക്കുറിച്ച് നമുക്ക് കളങ്കമില്ലാത്ത സ്നേഹം ഉണ്ടാവണം. പിന്നെ ആരുടെ ഉയർച്ചയിലോ അവരോട് അസൂയ ഒന്നും തോന്നരുത്. നമ്മൾ ഒരിക്കൽ സ്നേഹിച്ച അവരെ നമ്മൾ ഒരിക്കലും അവരോട് നമുക്ക് വേറെ ഒരു വിദ്വേഷവും തോന്നരുത്. കാരണം എന്താ പറഞ്ഞാൽ, അവർ നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിച്ചതാണ്. ആ ദേവാലയത്തിൽ മറ്റുള്ള മതം എന്താണ് അസൂയ, കുശുമ്പ്, ഇതിനൊന്നും ഇടം കൊടുക്കരുത്. അപ്പം അതിൽ ആ ദേവാലയത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ ആൾക്കാർ, സന്ദേശങ്ങളിലൂടെ മാത്രം നമ്മൾ പരിചയപ്പെട്ട ആൾക്കാർ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, അച്ഛനമ്മ എല്ലാം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരിക്കലും ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതെന്നും നിരന്തരമായിട്ട് ഈ പേപ്പറല്ലോ ഇതൊക്കെ കീറിക്കളയാൻ വേണ്ടിയിട്ട് അല്ലേ? ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നമ്മൾ ഒരിക്കൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനൊന്നും പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. അപ്പം അതിൽ അവരുണ്ടാവും എന്നും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ സ്നേഹിക്കുന്നവരാവണം നമ്മളെ, അല്ലേ? എല്ലാവരും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കില്ലല്ലോ. നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്നവരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കും. അത് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മരണം വരെ അത് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, വീട് ഒരു സ്നേഹാലയം. സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് വീട്? വലിയ കൊട്ടാരമായിക്കോട്ടെ, ചെറിയ കുടിലായിക്കോട്ടെ, അവിടെ സ്നേഹം ഇല്ലെങ്കിൽ അതിന് വീട് എന്നല്ല പറയാ. വെറുതെ കല്ലും മണ്ണും കൊണ്ട് പണിത ഒരു കെട്ടടം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ ഒരുപാട് പേര് താമസിക്കുന്ന ലോഡ്ജൊക്കെ വീടാവില്ലേ? അത് ഒരിക്കലും വീടാവില്ല. അത് നമ്മൾ താമസിക്കണം, റെന്റ് കൊടുത്തിട്ട് തിരിച്ചു വരുന്നു. അല്ല, അതുപോലെയല്ല നമ്മുടെ വീട്. വീട് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ആൾക്കാരില്ലേ, നമ്മുടെ അച്ഛൻ, അമ്മ, മക്കള്, മരുമക്കള്, മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ, അങ്ങനെ പലരും ഉണ്ടാവും. വന്നു പോണവർ എത്രയോ പേരുണ്ടാവും. ഒരു മനസ്സോടെ കഴിയുന്ന അവിടെ ഒരു മനസ്സോടെ കഴിയണം. എന്താന്ന് പറഞ്ഞാൽ, ഒരു മനസ്സോടെ എന്ന് പറയുമ്പോൾ അവിടെ വെറും സ്നേഹം മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ, അവിടെ പിണക്കുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിലേ വീടാവുള്ളൂ. നമ്മൾ താളം, റാഗം, ഇതൊക്കെ അവിടെ ഒരു നല്ല സംഗീതം ഉണ്ടാവുക. ഈശ്വര, ഇത് ആരാധ? എൻ്റെ അമ്മയോ എന്തൊക്കെയാ പറയണേ? അതുപോലെ തന്നെയാണ്. അതെല്ലാം ഉള്ളപ്പോഴാണ് അതൊരു വീടാവുക. അതോട് വെറുതെ ഒരാളെ കാണുമ്പോൾ വെറുതെ കെട്ടിപ്പിടിച്ചു, സ്നേഹിച്ചു, അതുകൊണ്ടൊരു വീടാവില്ല. അവിടെ എല്ലാം ഉണ്ടാവണം. എന്താ പറയുക, നമുക്ക് എപ്പോഴും ഒരു മധുരം മാത്രം കഴിച്ചാൽ നമുക്ക് തൃപ്തിയാവും. അപ്പോൾ എരിവ് വേണമെന്ന് തോന്നും, പുളി വേണമെന്ന് തോന്നും. അതുപോലെ നമ്മുടെ പക്ഷേ അധിക നേരത്തേക്ക് നീണ്ടു നിൽക്കാത്ത പിണക്കങ്ങളായിരിക്കണം, പരസ്പരം അറിയാവുന്ന ഹൃദയങ്ങളായിരിക്കണം. എന്താ പറയുക, നിന്നോടിപ്പോൾ ഞാൻ പിണങ്ങിയെന്ന് വെച്ചോ, നീ എൻ്റെ മകനാണ്, നിന്നെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇവർ ഇത്രേ ഉള്ളൂ, അവൻ്റെ പിണക്കം അത്രേ. അയ്യോ, ഇതെന്തിനാ എന്നെ പറയണ്? ഒരു ഉദാഹരണം പറഞ്ഞതാണ് പൊന്നു. എൻ്റെ ഭഗവാനെ, ഉദാഹരണം പറയാം എന്നെ മാത്രം. അപ്പം നീയല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പം കുറ്റങ്ങളേറ്റ് ഏറ്റുവാങ്ങാൻ വീണ്ടും ചന്തു മാത്രം. കുറ്റങ്ങളല്ലല്ലോ. അപ്പം നിന്നെ ഞാനും എന്നെ നീയും മനസ്സിലാക്കി നീയും വിചാരിക്കും എൻ്റെ അമ്മ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിണക്കൊക്കെ ഇത്രയേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കുന്ന ഒരു മനസ്സ്. അല്ലാണ്ട് ഒരുപാട് ശത്രു അങ്ങനെയല്ല. പിന്നെ പരസ്പരം കുറച്ച് സമയം ചിലവഴിക്കണം കേട്ടോ വീട്ടിൽ.
ഇപ്പം നീ ഇപ്പോൾ തിരക്ക് പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ നടന്ന് നിനക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നോട് കുറച്ച് മിണ്ടാണ്ടും അച്ഛനോട് ഇതിപ്പോ എന്നെ മാത്രം എനിക്ക് മാത്രം ഇട്ട് കുത്തുമ്പോലുണ്ടല്ലോ. പറഞ്ഞതാണ്. ഒന്ന് മിണ്ടാണ്ടിരിക്കും വീണ്ടും ചന്തു മുഴുമിച്ചോട്ടെ. എൻ്റെ എനിക്ക് അല്ലെങ്കിൽ മലയാളം പറയുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ പരസ്പരം മിണ്ടാനും ഒക്കെ സമയം കണ്ടെത്തണം. ഇപ്പം നീ എപ്പോൾ നോക്കിയാലും പുറത്താണെന്ന് വെച്ചോ. അപ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോൾ ക്ഷീണിച്ചിട്ട് വന്നു, നീ നിൻ്റെ മുറിയിൽ പോയി ഭക്ഷണം കഴിച്ച് കിടന്നു പറഞ്ഞ് അങ്ങനെയല്ല. നീ അമ്മ ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായി പുറത്ത്, അച്ഛ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശയവിനിമയമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീട് ഒരു വീടാവുന്നത്. അതുപോലെ ഏത് വീഡിയോ പിടിക്കുമ്പോഴും ഇടയ്ക്ക് ഒരു ഫോൺ നമ്മളെ കയറി വരും. അങ്ങനെ ആ ഫോൺ വന്നു, അവരോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ തുടങ്ങി. അതെ അതെ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, അപ്പോൾ നീ പറഞ്ഞില്ല ആദ്യം ഹൃദയം ഒരു ദേവാലയം എന്ന്. അങ്ങനെ അതിൻ്റെ കുറച്ചും കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ പറയുക, ഹൃദയം ഒരു ദേവാലയം നമുക്കാവണമെങ്കിൽ നമ്മുടെ എല്ലാ ബന്ധുക്കളെയും ബാന്ധവരെയും ഒക്കെ നമ്മുടെ മനസ്സിലുള്ളിൽ ബന്ധു ബാന്ധവരോ അത് കന്നഡ ഭാഷയല്ലേ, സഹോദരങ്ങളോ സഹോദരികളോ ഒക്കെ ഉണ്ടാവില്ലേ, ചെറിച്ചമാരോ വലിയ അങ്ങനെ ബന്ധുമിത്രാദികളെന്നായിരിക്കും ഉദ്ദേശിച്ചത്. കന്നഡക്കാർക്ക് പറയാലോ. അപ്പോൾ നമ്മള് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മാറുമ്പോൾ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ കുറച്ച് മാറി നിൽക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ മനസ്സിൽ അവരോട് ശത്രുതയൊന്നും പാടില്ല. സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അവരിൽ മാറ്റം വന്നു, നമ്മളിലും ചില മാറ്റങ്ങൾ വന്നു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരെന്നും ഉണ്ടായിരിക്കണം. എൻ്റെ സഹോദരങ്ങളോ സഹോദരികളൊക്കെ ആണെങ്കിൽ അവരെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ എങ്ങനെയാണോ ഞാൻ ഭഗവാനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ എൻ്റെ സഹോദരികളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തും. എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഇത് വേണം. നമുക്ക് എന്തായാലും അവരെല്ലാം നമ്മളിൽ നിന്ന് അവർ കുറച്ച് അകന്ന് നിൽക്കുകയാണെങ്കിലും കൂടി അവർ നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ ആണ് എന്നുള്ള തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കാനും അവരുടെ നന്മയെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അവരെവിടെയായിരുന്നാലും നന്നായിരിക്കട്ടെ എന്ന് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മനസ്സിൽ അതാണ് നമ്മുടെ ഹൃദയം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അമ്മ ഒരു എഴുത്തുകാരിയാണെന്ന് വിചാരിക്കുക, അമ്മ ഒരു പുസ്തകം എഴുതിയെന്ന് വിചാരിക്കുക. അമ്മ ആ പുസ്തകം എഴുതുമ്പോൾ അമ്മയുടെ ആത്മാവായിരിക്കും അതിൽ സമർപ്പിച്ചിട്ടുണ്ടാവുക അല്ലേ. ഒരു പുസ്തകം എഴുതുമ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കും, ഒരു എഴുത്തുകാരൻ എന്താ ചിന്തിക്കുക, തൻ്റെ ഏറ്റവും നല്ല അക്ഷരങ്ങളായിരിക്കണം, ഏറ്റവും നല്ല വരികളായിരിക്കണം, ഏറ്റവും നല്ല ചിന്തകളായിരിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് ആ വ്യക്തിയുടെ പുസ്തകം. അതിനെ പൂർണ്ണമായി വായിച്ച് അതിൻ്റെ ആത്മാവിനെ തൊട്ടറിയുമ്പോഴാണ് ഓരോ പുസ്തകവും സമ്പൂർണ്ണമാവുന്നത് അല്ലേ. അതുപോലെയാണ് ഓരോ ഹൃദയങ്ങളും ഓരോ വീട്ടിൻ്റെ ഉള്ളിൽ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ, ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുമ്പോൾ, പങ്കുവെക്കുമ്പോൾ, മറയില്ലാതെ ജീവിക്കുമ്പോൾ, തുറന്ന് സംസാരിക്കുമ്പോൾ അല്ലേ, അതാണ് സ്നേഹാലയം അല്ലേ. അപ്പോൾ നമ്മുടെ ഹൃദയം എന്നും ഒരു ദേവാലയമാവട്ടെ, വീടെന്നും ഒരു സ്നേഹാലയമാവട്ടെ. എന്താ പറഞ്ഞാൽ സ്നേഹം ഉണ്ടാവണം എപ്പോഴും, പരസ്പര സ്നേഹം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തൊക്കെ അവിടെ വീട്ടിൽ ഇണക്കമൊക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മുടെ വീട്ടിൽ സ്നേഹം ഉണ്ടാവണം, പരസ്പര സ്നേഹം ഉണ്ടാവണം. നമ്മുടെ വീട്ടിലെ 4 ആളോ 5 ആളോ 6 ആളാണെങ്കിൽ അവരുടെ പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവരുടെ മനസ്സിതാണ്, അവർ വാക്ക് പറയുന്നത്, അവർ പറയുന്ന സംസാരമല്ല അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ലേ. സ്നേഹം എന്ന സമൃദ്ധിയിൽ എന്നും സന്തോഷമായിരിക്കട്ടെ എല്ലാ കുടുംബങ്ങളും അല്ലേ. അതെ എല്ലാം. അപ്പോൾ നമ്മൾ ഈ ഹൃദയം ദേവാലയമായും വീട് സ്നേഹാലയമായും വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സമ്പത്തുണ്ടോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ എന്തെല്ലാം സമ്പാദിച്ചാൽ അതൊക്കെ നമ്മളിവിടെ വിട്ടിട്ടാണ് പോകണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം, നമ്മുടെ വീട്ടിൽ സ്നേഹം, ഹൃദയ ശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ പോയാലും നമ്മൾ പലരും പറയും അയ്യോ അവരിങ്ങനെ ആയിരുന്നു എന്ന് പറയും അല്ലേ. അപ്പോൾ അതല്ലേ നല്ലത്, അതല്ലേ നമുക്ക് ശാശ്വതമായ സമ്പത്ത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുക. അത് നമ്മുടെ അച്ഛനും അമ്മയും നമുക്കതാണ് പകർന്നു തന്നത്, ഞാൻ എൻ്റെ മക്കൾക്കും അതാണ് പകർന്നു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഹൃദയം ഒരു എന്താ പറയുക ദേവാലയമായും നമ്മുടെ വീടൊരു സ്നേഹാലയമായും വെക്കാൻ എപ്പോഴും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ എനിക്കിന്ന് പറയാം. ഓക്കെ, ബായ്.